9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ എല്ലാ ബയോളജി ലെസൺസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ റെസ്പോൺസ് വളരെ വലുതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് പാർട്ടിലേക്ക് വരാം. അതാണ് ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ വേപ്പറൈസേഷൻ പഠിച്ചു, ഇനി ഇവാപ്പറേഷനാണ് പഠിക്കാൻ പോകുന്നത്. വെള്ളം ചൂടാക്കി 100 ഡിഗ്രി കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വാതകാവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ എപ്പോഴും ഈ 100 ഡിഗ്രിയിൽ എത്തണമെന്നില്ല. നിങ്ങൾ കുറച്ച് തുണി നനച്ചിട്ടു, കുറച്ച് നേരം കഴിയുമ്പോൾ ആ തുണി ഉണങ്ങി, അതിൽ വെള്ളമൊക്കെ ഇവിടെ പോയി ആവിയായി പോയി അല്ലേ? അവിടെ നിങ്ങൾ ടെമ്പറേച്ചർ 100 ഡിഗ്രി ആക്കിയോ? ഇല്ല, ആക്കിയെങ്കിൽ നിങ്ങളുടെ തുണി കരിഞ്ഞു പോയത്. നിങ്ങൾ തറയൊക്കെ തുടച്ചിട്ടു, കുറച്ച് കഴിയുമ്പോൾ വെള്ളം ആവിയായി പോയി. നിങ്ങൾ കുറച്ച് വെള്ളം അറിയാതെ തട്ടിയിട്ടു, തുടയ്ക്കാൻ മടിച്ച് അവിടെ ഇട്ടു, പക്ഷേ അത് അവിടെ കിടക്കുമോ? ഇല്ല, കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോവും. അതൊക്കെ എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ മഴ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മഴ ഭയങ്കര മഴയല്ലേ? അപ്പം മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളം കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആവിയായി പോവും. അപ്പോൾ ഇതൊക്കെ 100 ഡിഗ്രിയിലാണോ നടക്കുന്നത്? അല്ല. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവാപ്പറേഷൻ എന്നൊരു പ്രക്രിയയാണ്. അതായത് ലിക്വിഡ് എന്തായിട്ട് മാറുന്നു? ഗ്യാസായിട്ട് മാറുന്നു. പക്ഷേ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ 100 ഡിഗ്രി എത്താതെ തന്നെ, 100 ഡിഗ്രി വെള്ളത്തിൻ്റെ കണക്കാണ് കേട്ടോ. അപ്പം 100 ഡിഗ്രി അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എത്താതെ അതിന് മുമ്പ് തന്നെ ഗേഷ്യസ് ആവുന്നതിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാ സമയത്തും ബോയിൽ ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ പോവും. അപ്പോൾ ഇതൊരു സർഫസ് ഫിനോമിനനാണ്. കാരണം ഇത് മനസ്സിലാക്കുക, ബോയിലിംഗ് ഒരു ബൾക്ക് ബൾക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വെള്ളം ചൂടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഭാഗമല്ല ബോയിൽ ചെയ്യുന്നത്, ഫുൾ വെള്ളം ബോയിലാവുകയാണ് ഒരേ സമയത്ത് ഈക്വലായിട്ട്. അതേസമയം ഇവിടെ അങ്ങനെയല്ല, മേളിലുള്ള ഭാഗം ചൂടായി ചൂടല്ല അവിടെ നിന്നുള്ള അവർക്കാണ് ഇവാപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ സർഫസ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അതെന്തെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചു, കുറച്ച് വെള്ളം, അതിൻ്റെ മുകളിലുള്ള പാർട്ടിക്കിൾസിന് എപ്പോഴും കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അടിയിലുള്ള പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു എല്ലാം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അവരെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരൊക്കെ വന്ന് ഈ മേളത്തേൽ ഹിറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ എനർജി ഇതിന് കൊടുക്കും. അപ്പോൾ ഇതിന് കൂടുതൽ കൈനറ്റിക് എനർജി കിട്ടും. അപ്പോൾ ഇത് ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പൊട്ടിച്ച് വാതകമായിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം മേളിൽ നിന്നാണ് ഇവാപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിയിൽ അപ്പോഴും അതാണ് നമ്മൾ തുണിയൊക്കെ നനഞ്ഞ തുണി മടക്കി ചുരുട്ടി കൂട്ടിയിട്ടിരുന്നാൽ ആ പുറം ഭാഗം മാത്രമേ ഉണങ്ങുള്ളൂ, അകമൊക്കെ നനഞ്ഞിരിക്കും. അതേസമയം നമ്മൾ വിരിച്ചിട്ടാലോ അത് ഉണങ്ങി കിട്ടും അല്ലേ? ഇവിടെ നടക്കുന്നത് എന്താണ്? ഇവാപ്പറേഷനാണ്. അപ്പോൾ ഇവാപ്പറേഷനെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ സർഫസ് ഏരിയ. തുണി ചുരുക്കിയിടുമ്പോൾ അത് എന്ത് പറ്റുന്നു? സർഫസ് ഏരിയ കുറവാണ്. പക്ഷെ ഞാൻ വിരിച്ച് സ്പ്രെഡാക്കി അഴയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അല്ലേ? അതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈക്വലായിട്ട് അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സർഫസ് ഏരിയ കൂടിയാൽ എന്ത് കൂടും? നമ്മുടെ ഇവാപ്പറേഷൻ. അതിന് വേറൊരു എക്സാമ്പിളാണ്, നമ്മൾ ഗ്ലാസ്സിൽ ചായയൊക്കെ എടുക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ ചായ വരുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആ സോസറിൽ ഒഴിച്ച് കുറച്ച് നേരം വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് നടക്കും. എന്തുകൊണ്ടാണ്? അവിടെ സർഫസ് ഏരിയ കൂടുതലാണ്. അപ്പോൾ ഇവാപ്പറേഷനും കൂടുതലായിരിക്കും, പെട്ടെന്ന് കൂളാവും. ഓക്കെ, അതാണ് അവിടുത്തെ കാര്യം. ഇനി രണ്ടാമതായിട്ട് ടെമ്പറേച്ചർ. നമുക്കറിയാം, ചൂടുള്ള ദിവസം ഇവാപ്പറേഷൻ കൂടുതലായിരിക്കും, ചൂട് കുറഞ്ഞ ദിവസം ഇവാപ്പറേഷൻ കുറഞ്ഞായിരിക്കും. മഴക്കാലത്തൊക്കെ നമുക്കറിയാം തുണി ഉണങ്ങിക്കിട്ടാൽ എന്ത് പാടാണല്ലേ? പെട്ടെന്ന് ഉണങ്ങില്ല. അതേസമയം സമ്മറിലാണെങ്കിലും പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. പിന്നെ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വെള്ളത്തിൻ്റെ അംശമാണ്. അത് കേരളത്തിൽ പോലുള്ള സംസ്ഥാനത്തൊക്കെ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. നമുക്ക് ചൂടുകാലത്ത് ഭയങ്കര സഫക്കേഷനാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ ഒരു എമൗണ്ട് ഓഫ് വെള്ളമുണ്ട്, കൂടുതൽ അത് എടുക്കില്ല. അപ്പോൾ നമ്മൾ വേർത്താലും നമ്മുടെ വേർപ്പിന് ആവിയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്, സഫക്കേഷൻ. പക്ഷേ വേറെ ചില കൺട്രീസിലൊക്കെ ചൂടാണെങ്കിലും, പ്രത്യേകിച്ച് ഇവിടെ ഞാൻ മസ്കറ്റിലാണ്, അപ്പോൾ ഇവിടെയൊക്കെ ചൂടുണ്ട്. ഇപ്പം വയ്ക്കാൻ പറ്റില്ല, 45-46 പക്ഷേ എന്നാലും നമുക്ക് അത്ര കേരളത്തിൽ അത്ര സഫക്കേഷൻ ഇല്ല. കാരണം എന്താ? ഇതങ്ങ് ആവിയായിട്ട് പൊയ്ക്കോളും. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലാണെന്ന് ഈ ഇവാപ്പറേഷൻ കുറയും. കാരണം ഇതിന് മുകളിലോട്ട് പോകാൻ പറ്റില്ല, ഓൾറെഡി അവിടെ മുഴുവൻ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ എടുക്കില്ല. ഓക്കെ, അപ്പോൾ അത് മാത്രം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. പിന്നെ വിൻഡ് സ്പീഡ്. കാറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അല്ലേ? കാരണം കാറ്റ് ഈ വരുന്ന വെള്ളത്തിനെയൊക്കെ നീക്കിക്കൊണ്ട് പോകുന്നുണ്ട്, കൂടുതൽ വെള്ളത്തിനെ ഇവാപ്പറേറ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ട്. ഇവാപ്പറേഷൻ കോസസ് കൂളിംഗ്. നമ്മുടെ ശരീരം വേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചൂടുള്ളപ്പോഴാണ് വേർക്കുന്നത്. നമ്മൾ എന്തിനാണ് വേർക്കുന്നത്? ഒന്ന് എക്സ്ക്രീഷൻ അല്ലേ? എക്സ്ട്രാ സോൾട്ടൊക്കെ പുറത്ത് പോകും, എക്സസ് വാട്ടർ. പക്ഷെ അത് കൂടാതെ നമ്മുടെ ബോഡി തണുപ്പിക്കാനുള്ളൊരു ഉപായമാണ്. ഇപ്പോൾ ഞാൻ നല്ലപോലെ സ്വെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ സ്വെറ്റ് ചെയ്ത ഭാഗം ഞാൻ തൊട്ട് നോക്കിയാൽ നല്ല തണുപ്പാണ്. എന്തുകൊണ്ടാണ്? ഈ സ്വെറ്റ് ലിക്വിഡ് ഫോമിൽ നിന്ന് ഇത് ഇവോപ്പറേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഇവോപ്പറേറ്റ് ചെയ്യാനുള്ള ഹീറ്റ് എനർജി എവിടെ നിന്ന് എടുക്കും? എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ വലിച്ചെടുക്കും. അപ്പോൾ എൻ്റെ ശരീരം കൂളാവും. അതുകൊണ്ടാണ് നിങ്ങൾ വേർത്ത ഭാഗം തൊട്ടാൽ നല്ല തണുത്തിരിക്കും. അപ്പോൾ വേർക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബോഡി തണുപ്പിക്കാനുള്ള ബോഡിയുടെ ഒരു അഡാപ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഇവാപ്പറേഷൻ കോസസ് കൂളിംഗ് എന്ന്
ഓർത്ത് വയ്ക്കുക. ബിക്കോസ് ഈ ഇവോപ്പറേഷന് വേണ്ട ലേറ്റൻറ്റ് ഹീറ്റ് വലിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ആ ബോഡി അല്ലെങ്കിൽ ഏതിലാണോ ഇരിക്കുന്ന സർഫസിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് കൂളിങ് നടക്കുന്നത്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ബോയിലിങ്ങും ഇവോപ്പറേഷൻ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ബോയിലിംഗ് ഒരു ബൾക്ക് ഫിനോമിനനാണ്, ഇവോപ്പറേഷൻ ഒരു സർഫസ് ഫിനോമിനനാണ്. ബോയിലിംഗ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിലേ നടക്കുകയുള്ളൂ. ഇവോപ്പറേഷൻ എല്ലാ ടെമ്പറേച്ചറിലും സാധ്യമാണ്. ബോയിലിംഗ് കൂളിംഗ് നടത്തുന്നില്ല, ഇവോപ്പറേഷൻ കാരണം കൂളിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.